ഉപ്പും മുളകും ലൈറ്റ്, അതായത് ലൈറ്റായിട്ട് ഉപ്പും മുളകും. ഈ ഉപ്പും മുളകും എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനലിൻ്റെ പേര് എരിവും പുളിയും എന്നാക്കി മാറ്റേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പം വന്നിട്ടുള്ളത്. അയ്യോ, അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ഉപ്പും മുളകിനെ കുറിച്ച് കേൾക്കുന്നതെങ്കിൽ നിങ്ങളോട് ഞാൻ ആദ്യമേ പറയാം, ഇതൊരു ഫാമിലി വ്ളോഗ് ചാനലാണ്. ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, 4 മക്കൾ ഇവരടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബം. അതായിരുന്നു ഈ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫാമിലി. ഓക്കെ, അപ്പോൾ സീരിയലുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേകതരം ഒരു കണ്ടൻ്റ് ആയിരിക്കും ഇത്. കാരണം സീരിയലൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവരുടെ കഥ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം സന്തോഷം വരും, ചിലപ്പം സങ്കടം വരും. അങ്ങനെ പലതരം ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു പാവം കുടുംബത്തിൻ്റെ ഒരു കഥ. അപ്പോൾ കഥ നടക്കുന്നത് ഈ പറയുന്ന കുടുംബത്താണ്. 4 കുട്ടികളുണ്ട്. അതിലാദ്യത്തെ മോൾ വളർന്നു വലുതായി 19-20 വയസ്സായി. അപ്പോഴത്തേക്കും ഈ കുട്ടിക്ക് കല്യാണം ആലോചിക്കുകയാണ്. ഈ വീട്ടുകാർ എങ്ങനെയെങ്കിലും കുട്ടീനെ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ ചെക്കനെല്ലാം കണ്ട് സെറ്റായി. അപ്പോഴത്തേക്കും നമ്മുടെ ഈ കല്യാണ പെണ്ണ് കല്യാണത്തിന് മുമ്പ് തന്നെ ഒളിച്ചോടി. അതുകൊണ്ട് തന്നെ കല്യാണ ദിവസം തന്നെ കല്യാണം മുടങ്ങുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അന്ന് കത്തി. അന്ന് അവർക്ക് ചെറിയൊരു സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി അങ്ങ് ഭയങ്കര ചർച്ചയായി. അപ്പം അന്ന് ഒളിച്ചോടിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം നിശ്ചയിച്ച ആളുടെ കൂടെയല്ല, വേറൊരു ആളുടെ കൂടെയാണ് ഒളിച്ചോടിയത്. അവരിപ്പോൾ സന്തുഷ്ട കുടുംബമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കൊരു കുട്ടിയുണ്ട്. അപ്പം അത് അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് ആളുകളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടികളെ പഠിപ്പിക്കാത്തതിനെ കുറിച്ചായിരുന്നു. അതായത് വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് കല്യാണം കഴിപ്പിച്ച് വിടുകയല്ല വേണ്ടതെന്നുള്ളത്. പക്ഷേ ഇവരെന്ത് ചെയ്യാനാണ്? കുട്ടികൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമില്ല, അവർക്ക് വേറെ മേഖലകളിലേക്ക് പോകണം എന്നാണ് ആഗ്രഹം. അതായത് മോഡലിങ് അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് അങ്ങനെയെല്ലാം പോകുന്നത്. അവർ ആ ഒരു മേഖലയിൽ ഇപ്പം കഴിവ് തെളിയിക്കുന്നുമുണ്ട്. ഓക്കെ, അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. വർഷങ്ങളല്ല, കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ കുട്ടി ഒളിച്ചോടിയത് തിരിച്ചു വന്നു. അതായത് ഈ വീട്ടുകാരുമായിട്ട് ഒന്നായി. അത് ഒന്നാവുന്നതൊക്കെ ഭയങ്കര ഒരു ഡ്രാമാറ്റിക് ആയിരുന്നു, അതായത് സിനിമാറ്റിക് ആയിരുന്നു. ഇവരറിയാത്ത രീതിയിൽ വീട്ടിലേക്ക് വരുന്നു. ഓഹ്, എന്തൊക്കെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ പറഞ്ഞ് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കും. അതായത് ഈ ഒളിച്ചോടി പോയവർ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അതായത് സർപ്രൈസായിട്ട് കടന്നു വരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം കാണിച്ചത്. പക്ഷേ ഇതൊക്കെ ഇവർ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഇട്ടതാണ് അല്ലെങ്കിൽ നടത്തിയതാണെന്നൊക്കെ പിന്നീട് ഒരുപാട് ചർച്ചകൾ നടന്നു. അതായത് ഈ സോഷ്യൽ മീഡിയയിലെ ഇരിപ്പിടങ്ങളിൽ കുറേ ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞ് ഇവർ ഒന്നായി. ഇവരുടെ വീട് വീണ്ടും നമ്മുടെ കാര്യസ്ഥലിലെ മറ്റേ പാട്ട് പോലെ ഓണവില്ലും തമ്പുരു വീട്ടും ആ ഒരു സെറ്റപ്പിലേക്ക് വന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം രണ്ടാമത്തെ കുട്ടിയും ഏകദേശം കല്യാണപ്രായമായി. അതായത് ഇവരുടെ ആ ഒരു കാഴ്ചപ്പാടിൽ ഏകദേശം കല്യാണപ്രായമായി. അതായത് 19 വയസ്സായി, 19-20 വയസ്സായി. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും ഓക്കെ, കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ല, ഈ കുട്ടിക്കും പഠിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവർ കല്യാണം കഴിപ്പിച്ച് വിടാം എന്നുള്ള സെറ്റപ്പിലേക്ക് വരികയാണ്. അങ്ങനെ നല്ലൊരു ചെക്കനെ കണ്ടുപിടിക്കുകയും ഇവർ കല്യാണം ഏകദേശം സെറ്റാക്കുകയും ചെയ്തു. എൻഗേജ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിട്ട് നടത്തുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇവരൊരു വീഡിയോ ഇടുകയുണ്ടായി. ആ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചത് കേൾക്കുക. കമന്റുകളോടെ ഒരു ഘോഷയാത്ര. കുഞ്ഞിനെ കാണാനില്ല, കുഞ്ഞിനെ വീട്ടിൽ കാണില്ല, അമ്മ കുഞ്ഞിനോടുള്ള പിണക്കം മാറ്റിയില്ലേ, കുഞ്ഞിനോട് എന്താ അമ്മ മിണ്ടാത്ത, എന്താ അമ്മ അത് ഞങ്ങൾക്കൊരു വിഷമമുണ്ട് എന്നൊക്കെ വിഷമിച്ച് ഇങ്ങനെ എന്താ പിണക്കം. അത് വലിയ പിണക്കൊന്നുമല്ല, എല്ലാ വീട്ടിലുള്ള അമ്മ മക്കളുള്ള പിണക്കം പോലെയുള്ള ഒരു പിണക്കം തന്നെയാണ്. പക്ഷെ പണ്ട് കുഞ്ഞ് എങ്ങനെയായിരുന്നു വെച്ചാൽ കുഞ്ഞ് പിണങ്ങി കുറച്ച് കഴിഞ്ഞ് കുഞ്ഞ് വന്നിട്ട് മിണ്ടും. ഒരു 1/4 മണിക്കൂർ മുന്നേ അമ്മ നാണം കെട്ടിട്ടായിരുന്നു വന്ന് മിണ്ടും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നില്ല. പക്ഷെ കുഞ്ഞിനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര വാശിക്കാരി, മിണ്ടാൻ കുറച്ച് തരാം. അപ്പം ഞാനും മിണ്ടല്ല, ഞാൻ അമ്മയല്ല ഒന്നുമില്ലെങ്കിൽ. അതായത് ഈ പറയുന്ന രണ്ടാമത്തെ കുട്ടിയുടെ പേര് ഇവർ വീട്ടിൽ വിളിക്കുന്നത് കുഞ്ഞെന്നോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ കുഞ്ഞനുമായിട്ട് എന്തൊക്കെയോ ചെറിയ പിണക്കങ്ങൾ വീട്ടിൽ നടക്കുന്നുണ്ട്. അതായത് എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ, അച്ഛനും അമ്മയും മക്കളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങൾ. ആ രീതിയിൽ, അതായത് സ്ഥിരമായിട്ട് വീഡിയോയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരാളെ കാണാതെ വന്നപ്പോൾ ഇവരുടെ ആരാധകർ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു, കുഞ്ഞൻ എവിടെ, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പിന്നെ കുഞ്ഞിനെ വീഡിയോയിലൊന്നും കാണുന്നില്ലല്ലോ എന്നങ്ങനെ പറയുമ്പം ഇവർ വന്ന് കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷനാണ്. അതായത് ചട്ടിയും കലമാകുമ്പോൾ തട്ടിമുട്ടി എന്നൊക്കെ ഇരിക്കും എന്നുള്ള രീതിയിൽ. ഓക്കെ, അതെല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന കുഞ്ഞൻ എന്ന് പറയുന്ന നന്ദു അങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത്. അതായത്
ഇവരുടെ വീടിനെ ആത്മാർത്ഥതയോടുകൂടി സ്നേഹിച്ചിരുന്ന ഇവരുടെ പ്രേക്ഷകരെല്ലാം അസ്വസ്ഥരായി. കാരണം എന്താണ് ഇവിടെ സംഭവിച്ചത്? എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, കല്യാണം ഇതാ 2 മാസത്തിനപ്പുറം നടത്താൻ വേണ്ടി ഇരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ ഇവർ കഴിഞ്ഞ വീഡിയോയിൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പൈസയൊക്കെ കുറച്ച് ടൈറ്റാണ്, അതുകൊണ്ട് വീടും സ്ഥലമൊക്കെ വിൽക്കേണ്ടി വരും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുകളെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇവർ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കല്യാണം നടക്കുകയാണ് സുഹൃത്തുക്കളെ. അതായത് വീട്ടുകാരെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന അതേ ചെക്കനുമായിട്ട് ഈ പറയുന്ന കുഞ്ഞൻ ഒളിച്ചോടി. അങ്ങനെ ഒളിച്ചോടി കല്യാണം കഴിച്ചു. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നതെന്നറിയാതെ നമ്മുടെ കലാകായിക ലോകം, യൂട്യൂബ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഇവരുടെ ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട്. ഇവരുടെ വീഡിയോൻ്റെ അടിയിലും കമൻറ്റ് ബോക്സിലും എല്ലാം പോയിട്ട് ചോദിക്കുകയാണ്, എന്താണ് സംഭവിച്ചത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പം പല ആളുകളും വന്നിട്ട് പറഞ്ഞു, ഇവർക്ക് പൈസ ഇല്ല, അല്ലെങ്കിൽ പൈസ കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആദ്യത്തെ കല്യാണം ഇതേപോലെ തന്നെ പൈസ ചിലവില്ലാതെ തന്നെ നടത്തി. അപ്പോൾ രണ്ടാമത്തെ കല്യാണവും ഇതേപോലെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉഡായിപ്പ് പരിപാടിയാണ് എന്നാണ് ചില ആളുകൾ നിരീക്ഷിച്ചത്. പക്ഷേ ഒരു സ്വന്തം മോളെ നീ ഒളിച്ചോട്, നമുക്ക് പൈസ കുറവാണ് എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ടോ? എനിക്ക് ഡൗട്ടാണ്. കാരണം ഒരു അച്ഛനും അമ്മയും എന്തായാലും അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എന്തായാലും മക്കളെ വിടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വേറെ എന്തൊക്കെയോ ഇഷ്യൂ ആണ്. അപ്പം ഈ ഇഷ്യൂ എന്താണെന്ന് അറിയാം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇവരുടെ ലേറ്റസ്റ്റ് വീഡിയോയും കൂടി കുത്തിയിരുന്ന് കണ്ട് 50 മിനിറ്റോളം ഉണ്ട്. ഒരു മെഗാ എപ്പിസോഡ് പോലെയായിരുന്നു. അതായത് ഇവർ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അതായത് ഉപ്പും മുളകും ലൈറ്റ് ടീമിൽ അച്ഛനും അമ്മയും വന്നിരുന്നിട്ട് നമ്മൾ വിചാരിച്ചു എന്തായിരിക്കും ഇവർ ഒളിച്ചോടിയതിൻ്റെ കാരണം എന്നൊക്കെ പറയും എന്നുള്ള സെറ്റപ്പിൽ ആദ്യം 1x സ്പീഡിലിട്ടു, പിന്നെ 1.5 സ്പീഡിലിട്ടു, പിന്നെയും 2 സ്പീഡിലിട്ടിട്ട് പോലും 50 മിനിറ്റുള്ള വീഡിയോ അല്ലേ, എങ്ങനെ പോയാലും പകുതി സമയം നമ്മുടെ പോയി. എന്നിട്ട് ഇവരൊരു കാര്യം പറഞ്ഞോ, അതും ഇല്ല. ഇവരാകെ ഈ വീഡിയോയിൽ പറഞ്ഞത് ഇവർ മക്കളെ വളർത്തിയ രീതി, അല്ലെങ്കിൽ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയ രീതി, പിന്നെ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ അച്ഛനെക്കുറിച്ച് പറയുന്നു, അച്ഛൻ ഇത്രത്തോളം കഷ്ടപ്പെട്ടതാണ്, അത്രത്തോളം കഷ്ടപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 50ഓളം മിനിറ്റുകൾ ഇടയ്ക്ക് കരയുന്നുണ്ട്. ശരിയാണ്, ഇവരുടെ അച്ഛൻ്റെ അമ്മേൻ്റെ മനസ്സെന്ന് പറയുന്നത്, മക്കൾ ഒളിച്ചോടി പോയ ഒരാളുടെ മനസ്സെന്ന് പറയുന്നത് നമ്മൾ കാണാതൊന്നും ഇരിക്കുന്നില്ല. പക്ഷേ ഇവർ എന്താണോ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഇപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് സോഷ്യൽ മീഡിയയിൽ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്ന് പണ്ട് മുതലേ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഇതിൽ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയിട്ട് മക്കളെക്കുറിച്ചും മറ്റേ കല്യാണത്തെക്കുറിച്ചും, കല്യാണം ഇങ്ങനെയാണ് അങ്ങനെയാണ്, നമ്മുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും എല്ലാം പോയി പറഞ്ഞു കഴിയുമ്പം ഇവരുടെ പ്രേക്ഷകർ എന്തായാലും ചോദിക്കും എവിടെ പോയി എന്തായി എന്ന്. അപ്പോൾ അതിനെന്തായാലും മറുപടി പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ഒളിച്ചോടി പോയി എന്നുള്ളത് ഇവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് എന്നുള്ളത് ഇവർക്കും പറയാനില്ല. എന്തായാലും അവരുടെ പ്രശസ്ത ഭാഗങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. തിന്നാൻ തരത്ത തന്നി നല്ലതിനും ഒക്കെ ഇതിന്റെ ഉള്ളിൽ തന്നെയാ. നമ്മൾ ഈ പൊട്ടയായതുകൊണ്ടായിരിക്കാം ഒന്നിന് കൊള്ളാത്തത്. ഈ കയ്യില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഉറങ്ങിയിരുന്നില്ല, തിരിയാൻ പറ്റില്ല. ഈശോക്ക് ഈ കുരിശ് കിടക്കണം പല ആച്ചകളെ ഏറ്റവും വില ഓരോരുത്തരായിരുന്നു. അവനാണ് ഒന്നിടത്തൊക്കെ തിരിഞ്ഞു പറഞ്ഞു കിടക്കാൻ പറ്റുന്ന പോലെ കാലം ഇത് കണക്കാതെ പറയും. അങ്ങനെ സ്നേഹിച്ചോണ്ട് എല്ലാവരും കുറ്റം പറയണ്ട. എല്ലാ അമ്മമാരും അങ്ങനെ, എല്ലാ അമ്മമാരും അങ്ങനെയല്ല. എല്ലാ അമ്മമാരും അവനാണ് സൗകര്യം നോക്കണം. കുറേ അമ്മമാരുണ്ട്, ഇങ്ങനെ ദേവം സഹിക്കുന്ന കുറെ അമ്മമാരുണ്ട്. എല്ലാ അമ്മമാരും അങ്ങനെ പറയണ്ട. ഞാനോട് സ്ഥലം വിട്ടിരി അതിന്റെ അപ്പുറത്ത് ഞാൻ കാണും. 3 മാസം അതുകൊണ്ടാണ് നമ്മൾ അടുത്ത മാസം കല്യാണം, അടുത്ത മാസം ദിവസം കയ്യിലുണ്ടാവുന്ന ദിവസത്തിനാണ് മെയ് 3-ാം തീയതി നമ്മളെ കല്യാണം നിശ്ചയിച്ചത്. മനസ്സിലായോ? ആളെ പേര് പറയണ കാര്യമോ ഒന്നും നമ്മൾ തയ്യാറല്ല. ഒന്നും നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്താൻ, ഇതൊക്കെ മറ്റുള്ളവർക്കായിട്ട് ചെയ്തതല്ല, എനിക്കെതിരെ ഇട്ട 2-3. അപ്പോൾ 50ഓളം മിനിറ്റുള്ള ഈ വീഡിയോ കാണാനാണെങ്കിൽ നമ്മൾ ഈ ദിവസം മുഴുവൻ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ വീഡിയോ നമുക്ക് കാണേണ്ടതില്ല. അതിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ഇവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും ഈ കല്യാണം നടത്താൻ വേണ്ടി ഇവർ സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ചും, പിന്നെ ഇവർ പഠിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് ഇവരുടെ തന്നെ ഇഷ്ടമാണ്. അതായത് ഈ കുട്ടികളുടെ ഇഷ്ടമാണ്. എനിക്ക് പഠിക്കണ്ട, എനിക്ക് 19 വയസ്സ് 20 വയസ്സാകുമ്പം കല്യാണം കഴിച്ച് പോയാൽ മതി എന്നുള്ളൊരു സെറ്റപ്പാണ് ഇവർക്ക്. ഓക്കെ, അപ്പോൾ അതിന് ഈ പറയുന്ന അച്ഛനമ്മേനും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുത്തിപ്പിടിച്ചിരുത്തി പഠിപ്പിക്കാൻ പറ്റുമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഇവരറിഞ്ഞുകൊണ്ട് എന്തായാലും മോളെ ഒളിച്ചോട് എന്ന് പറഞ്ഞിട്ട് വിടൂല, അത് ഉറപ്പാണ്. ഇതെന്തായാലും മോളുടെ ഒരു ആഗ്രഹത്തിൻ്റെയും ഈ പറയുന്ന മോൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയത് തന്നെയാണ്. ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാവും, ചെറിയൊരു പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും.
എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന ചങ്ങായിനോടാണ്. അതായത് ഒളിച്ചോടിപ്പോയ ആ ചങ്ങായില്ലേ, ആ ചങ്ങായിനോടാണ്. എടോ 19 വയസ്സല്ലേ ആയിട്ടുള്ളൂ കുഞ്ഞിക്ക്, കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇപ്പം തന്നെ ഓടണം എന്നാണ്, എന്താണ് ഇത്ര നിർബന്ധം? ഇപ്പം ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച് പോവുക. അത് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് ഇവരും വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഭാര്യയും ഭർത്താവും, പുതിയ ഭാര്യയും ഭർത്താവും, അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് അറിയിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. പല സംശയങ്ങളുണ്ട്, പല ഗോസിപ്പുകളുണ്ട്. പിന്നെ ഞാനും കുറ്റം പറയാൻ താല്പര്യമില്ല. എന്തായാലും സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി. ആക്കിയതുണ്ടോ, ഞാൻ ആക്കിയതാണ് ഞങ്ങൾ. പക്ഷെ 3 മാസം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. പക്ഷെ 3 മാസം വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഈ ബന്ധം ചെറുതാവാൻ ബുദ്ധിമുട്ടാവും. ഞങ്ങൾക്ക് തമ്മിലല്ല, വേറെ കുറച്ച് വർഷങ്ങളോട് ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾ തമ്മിൽ ഓക്കെ ആയതുകൊണ്ടാണ് ഇപ്പൊ ഞാനിങ്ങനെ അറിഞ്ഞു വന്നതിന് ഇഷ്ടംപോലെ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ സത്യം പറഞ്ഞാൽ ഇന്നലെ രാവിലെ കല്യാണം കഴിഞ്ഞത്. ഇതിൻ്റെ അകത്തൊന്നുമില്ല. 8 മിനിറ്റോളമുള്ള ഈ ഒരു വീഡിയോയിലും ഇവർ കാര്യം എന്താണെന്ന് പറയുന്നില്ല. സംഭവം എന്തോ പ്രശ്നങ്ങളുണ്ട്, ഇത് ഇപ്പോൾ ഓടിയില്ലായിരുന്നെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റൂലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പരിപാടി എന്നുള്ളതൊന്നും ഒരു പിടുത്തമില്ല. ഇവരാണ് എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഒരു തേങ്ങയും ഇതിൻ്റെ അതും പറയുന്നില്ല. അപ്പം എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് 2 മാസം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ, അതോ 2 മാസം വരെ വെയിറ്റ് ചെയ്താലും കല്യാണം നടക്കൂല എന്ന് അറിഞ്ഞുകൊണ്ടാണോ, എന്തൊക്കെ ആയാലും ഈ പറയുന്ന ചങ്ങായി, അതായത് ഈ കൂട്ടിക്കൊണ്ട് പോയ കല്യാണം കഴിച്ച ഈ ചങ്ങായിനെ വേണം പറയാൻ. കാരണം 19 വയസ്സുള്ള പെൺകുട്ടിയാണ് ഈ പറയുന്ന ആൾ. ആ പറയുന്ന ആൾ ഒളിച്ചോടാമെന്ന് പറഞ്ഞാൽ പോലും കുറച്ച് ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത്, അല്ല കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ടൊക്കെ മോളെ പതിയെ നമുക്കിതൊക്കെ സെറ്റാക്കി എടുക്കാം. ഇപ്പം ഇത്രയല്ലേ വയസ്സായുള്ളൂ, അല്ലെങ്കിൽ വീട്ടുകാർ നടത്തി തരുന്ന സമയത്ത് നമുക്ക് കല്യാണം കഴിക്കാം. അതും അല്ലെങ്കിൽ 1 വർഷത്തോളം വെയിറ്റ് ചെയ്യും, നമുക്ക് എന്നിട്ട് കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ ഓടാം, എന്നിട്ട് നടന്നില്ലെങ്കിൽ ഓടാം എന്നുള്ള രീതിയിൽ പറയാനുള്ള ഒരു ബുദ്ധി ബോധവും ഇല്ലാത്ത ഒരാളാണോ ഈ പറയുന്ന പുതിയ ചങ്ങായി എന്ന് പറയുന്നത്? ഈ പുതിയ കെട്ടിയവൻ വയസ്സ് ഇത്രയല്ലേ ആയുള്ളൂ, 10, 25, 29 വയസ്സൊന്നും ആയിട്ടൊന്നുമില്ലല്ലോ. നമ്മളൊക്കെ 10, 12 വർഷത്തോളമാണ് ഈ പറയുന്ന വീട്ടുകാരുടെ സമ്മതത്തിന് വേണ്ടിയിട്ട് കാത്തു നിന്നത്. അതറിയോ? അപ്പോൾ ഈ 19 വയസ്സിൽ തന്നെ ഓടണം, അല്ലെങ്കിൽ വെറുതെ ആ വീട്ടുകാരെ ഇങ്ങനെ പറയിപ്പിക്കണോ? അവരുടെ വിഷമം കണ്ടിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് വിഷമം വന്ന്, ഏതൊരച്ഛനും അമ്മയാണെങ്കിലും ഒരാഗ്രഹം ഉണ്ടാവില്ലേ? മറ്റേ രാജംബി ദേവ് മറ്റേ ചോക്ലേറ്റ് സിനിമയിൽ അവസാനം പറയുന്ന പോലെ, നീയെങ്കിലും, അതായത് ആദ്യത്തെ ആളുടെ കല്യാണമോ ഇവർക്ക് നടത്താൻ വേണ്ടി പറ്റിയില്ല. ചിലപ്പോൾ അത് ഉടായ്പാണോ എന്താണെന്ന് അറിയില്ല, ഓക്കെ, നടത്താൻ വേണ്ടി പറ്റിയില്ല. എന്നാൽ 2ാമത്തെ ആളുടെ കല്യാണമെങ്കിലും മര്യാദയ്ക്ക് നടത്തണം എന്നുള്ളത് ചിലപ്പം അവരുടെ ഒരു ആഗ്രഹമായിരിക്കും. അത് നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്ര പെട്ടെന്ന് ഓടേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കുത്തിയിരുന്ന് ആലോചിച്ച് നോക്കുക. കാരണം വലിയ പ്രായവും മൂക്കിപ്പല്ലി മുളച്ചിട്ടൊന്നുമില്ലല്ലോ, പ്രായം കിടക്കുമല്ലേ, വർഷങ്ങൾ കിടക്കുമല്ലേ, മതിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു സീരിയൽ കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ, ഈ സീരിയൽ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സീരിയൽ കണ്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യായിരുന്നു. അച്ഛനല്ലേ അമ്മയല്ലേ, അവരെന്തെങ്കിലും 2 ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, കേട്ടോണ്ട് കുറച്ച് നാൾ എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചോദിക്കുക, നമ്മളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നുണ്ട് നിങ്ങൾ, ഇല്ലെങ്കിൽ നമ്മൾ ഓടൂട്ടാ എന്ന് പറയുക. അതാണ് അന്തസ്സ്. അല്ലാതെ അവർ എന്തോ ഉടക്കിന്നോ ഒച്ചപ്പാടാക്കിന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം വാ മോളെ നമുക്ക് ഓടാം എന്നും പറഞ്ഞിട്ട് ഓടുന്നത് അത്ര നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പലരും പറയുന്നത് കേട്ടു, അച്ഛനും അമ്മേനെയും നീ ആ വീട്ടിലേക്ക് പോരുത് മോളെ, നീ നല്ലതായിട്ട് ജീവിക്കണം, നിങ്ങൾ ചെയ്തതാണ് ശരി. എന്ത് ശരി? അവർ പൈസ ഇല്ലാത്തത് കൊണ്ട് ഇവളെ കൊണ്ട് ഓടിപ്പിച്ചതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും പറയുന്നത്. എനിക്കെന്തായാലും അത് തോന്നുന്നില്ല. ഒരിക്കലും ഒരു അച്ഛനും അമ്മയും അങ്ങനെ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചിലപ്പോൾ എൻ്റെ ഒരു തോന്നലായിരിക്കാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ കഥയറിയാതെ ആട്ടം കാണുന്നവരോടാണ്. സംഭവം ഒന്നുമില്ല, ചെറിയൊരു ഫാമിലി വ്ളോഗിൻ്റെ ഒരു ഇഷ്യൂ. അതായത് വീട്ടിൽ നടക്കുന്ന പരിപാടികളൊക്കെ അവർ സോഷ്യൽ മീഡിയ കൊണ്ടിട്ടപ്പം അതെടുത്ത ആളുകളിങ്ങനെ ഇതാക്കുന്നു. പിന്നെ ഒളിച്ചോട്ടം, ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അവർ തിരിച്ചു വരും. പിന്നെ അല്ലാണ്ട് ഇതെല്ലാം ഒന്നിക്കുന്ന സംഭവം തന്നെയാണ്. നിങ്ങളാരും പേടിക്കണ്ട, പ്രേക്ഷകർ അല്ലെങ്കിൽ ആരാധകരാരും വിഷമിക്കൊന്നും വേണ്ട. ഈ പറയുന്ന കുഞ്ഞിയും ചിന്നനും ചിന്നുവും മറ്റേ മഞ്ജുവും ചിഞ്ചും എല്ലാം വീണ്ടും ഒന്നിക്കും. എന്നിട്ട് വീണ്ടും ഇതേപോലെ ഇപ്പം എന്താണ് ഇപ്പം അതുകൊണ്ട് 3 പേർക്കും 3 ചാനലായില്ലേ.
ഇപ്പോൾ ആദ്യത്തെ ആൾ ഓടിപ്പോയി ഒരു ചാനൽ തുടങ്ങി, അവർ രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ആൾ ഇപ്പം ഓടിപ്പോയി, ചാനൽ നേരത്തെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ വീഡിയോ ഇട്ട് അവരും രക്ഷപ്പെട്ടു. ഇപ്പോൾ ഈ പറയുന്ന ഫാമിലി, അങ്ങനെ മൊത്തത്തിൽ യൂട്യൂബിന് കോളാണ്. യൂട്യൂബ് വഴി ഈ പറയുന്ന ഫാമിലി രക്ഷപ്പെടും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ എപ്പിസോഡ് എന്ന് പറയുന്നത്. ഒരു സീരിയലിൻ്റെ കഥ, അത്ര തന്നെ.